ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അതായത് വേജ് 800, റെൻറ്റ് 300, ഇൻട്രസ്റ്റ് 400, പ്രോഫിറ്റ് 200, ഡിപ്രീസിയേഷൻ ചാർജസ് അതായത് ഡി 50, NIT അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് 100, NFIA 150. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? നമുക്കറിയാം GNPയും GDPയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GNP എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അതായത് വിദേശത്ത് നിന്നുള്ള അറ്റ വരുമാനം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് GNP ലഭിക്കുക. അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് GNP കിട്ടുക. ഓക്കെ, അടുത്തത് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നല്ലേ നമുക്ക് കിട്ടേണ്ടത്. അതായത് ഇവിടെ ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ട് അല്ലേ? എന്താണ് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതായത് GNP അറ്റ് മാർക്കറ്റ് പ്രൈസും GNP അറ്റ് ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. GNP അറ്റ് ഫാക്ടർ കോസ്റ്റിനോട് എന്ത് ആഡ് ചെയ്താലാണ് മാർക്കറ്റ് പ്രൈസ് കിട്ടുക എന്നാണ്. അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടെ കൂട്ടിയാലാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസ് ലഭിക്കുക. അതായത് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസിലേക്ക് കിട്ടുക. അതായത് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് അതേ ഫാക്ടർ കോസ്റ്റിനോട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്താൽ നമുക്ക് മാർക്കറ്റ് പ്രൈസിലേക്ക് വരാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം. അപ്പോൾ GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണല്ലോ. ഈ ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് അതായത് GNPയിൽ നിന്ന് നമുക്ക് NNPയിലേക്ക് പോകണമെങ്കിൽ എന്തായിരിക്കും അവിടെയുള്ള വ്യത്യാസം? ഗ്രോസിൽ നിന്ന് നെറ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താലാണ് നമുക്ക് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ലഭിക്കുക. ഇതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോഴാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടുക. ഓക്കെ, ഇനി തന്നിട്ടുള്ള വാല്യൂ വെച്ച് നമുക്ക് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ആദ്യം ഇതിലുള്ള ഫാക്ടർ ഇൻകം ഒക്കെ ആഡ് ചെയ്യുക. അതായത് വേജ് പ്ലസ് റെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പം GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റിനോട് ഇൻഡയറക്റ്റ് ടാക്സും കൂടെ കൂടുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസിലെത്തുക അല്ലേ? അപ്പം മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തും കൂടെ ആഡ് ചെയ്യണം, ഇൻഡയറക്റ്റ് ടാക്സ് അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യണം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡിയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. പ്ലസ് അതിൻ്റെ കൂടെ ഗ്രോസ് എമൗണ്ട് ആണല്ലോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? നമ്മളിവിടെ പറഞ്ഞു ഗ്രോസ് നിന്ന് നെറ്റിലേക്ക് പോകണമെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണമെന്ന്. പക്ഷേ ഇവിടെ ഗ്രോസ് എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇതിൽ എന്തും കൂടെ ഉൾപ്പെടും, ഡിപ്രീസിയേഷനും കൂടെ ഉൾപ്പെടും. അപ്പോൾ വേജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്.
പിന്നെയോ ഇത് GNP ആണല്ലോ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലേ. നേരത്തെ നമ്മൾ നാഷണൽ പ്രോഡക്റ്റും GDP, അതായത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും നാഷണൽ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞല്ലോ. ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് നാഷണൽ പ്രോഡക്റ്റ് ലഭിക്കുള്ളൂ, അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂവിനോട് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടണമെങ്കിൽ അതിലെന്തും കൂടെ ഉൾപ്പെടണം, പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എഴുതാം GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് 800, വേജ് 800 പ്ലസ് റെൻറ്റ് 300 പ്ലസ് ഇൻട്രസ്റ്റ് 400 പ്ലസ് പ്രോഫിറ്റ് 200 പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എത്ര 100 പ്ലസ് ഡിപ്രീസിയേഷൻ 50 പ്ലസ് NFIA 150 is equal to 800, 300, 800 plus 200, 1000, 1700, 1800, 2000 വരൂല്ലേ, 2000. നമുക്ക് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 2000 കിട്ടിയല്ലോ, 2000 കിട്ടി. ഇനി GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ മതി അല്ലേ. GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 1900 crore. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മളെ കയ്യിലുണ്ട്. അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് എന്ത് മൈനസ് ചെയ്ത് നമുക്ക് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. ഗ്രോസ് എന്ന് എപ്പോഴും നെറ്റിലേക്ക് വരണമെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 മൈനസ് ഡിപ്രീസിയേഷൻ 50 is equal to 1950 crore. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിലോ. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ ഉണ്ട് അല്ലേ. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് എന്താണ് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഫാക്ടർ കോസ്റ്റ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ, അതായത് നമ്മളൊരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, മാർക്കറ്റ് പ്രൈസ് ഒരു സാധനത്തിൻ്റെ മാർക്കറ്റിൽ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ അതിൽ ടാക്സും കൂടെ ഉൾപ്പെട്ടതായിരിക്കും. ആ ടാക്സും കൂടെ ഉൾപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുന്നത്. എന്നാൽ ഫാക്ടർ കോസ്റ്റിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഫാക്ടർ കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നെറ്റ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യണം.
that is equal to net national product at market price 1950 minus net indirect tax എത്രയാണ്? net indirect tax 100, that is equal to 1850 crore. ഇനി നമ്മളോട് GDP-MP കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ്. എന്താ GDP-MP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉൾപ്പെട്ടതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അതേപോലെ ഏതിൽ നിന്നാണ് നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു വെച്ചു അല്ലേ. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം 2000. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് 2000 crore ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കിട്ടും? GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും, അതായത് ഇത് നാഷണൽ പ്രോഡക്റ്റാണ്, ഇത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റാണ്. നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എന്ത് മൈനസ് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ചെയ്താലാണ് നമുക്ക് ഡൊമസ്റ്റിക്കിലേക്ക് എത്താൻ പറ്റുക. GDP at market price is equal to GNP at market price minus net factor income from abroad. That is equal to 2000 minus NFIA 150. That is equal to 1850. ഇനി GDP at factor cost എങ്ങനെ കിട്ടും? GDP at factor കോസ്റ്റ് കിട്ടണമെങ്കിൽ GDP at മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം 1850 ആണ് അല്ലേ. ഇനി ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തും കൂടെ ഉൾപ്പെട്ടതാണ്, ടാക്സും കൂടെ ഉൾപ്പെട്ടതാണ് മാർക്കറ്റ് പ്രൈസ് അല്ലേ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടെ ഉൾപ്പെട്ടതാണ് മാർക്കറ്റ് പ്രൈസ്. അതായത് GDP at മാർക്കറ്റ് പ്രൈസ്, അതിൽ നിന്ന് നമുക്ക് GDP at ഫാക്ടർ കോസ്റ്റ് കിട്ടണം. GDP at ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GDP at മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സ് മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? GDP at ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ 1850 മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എത്രയായിരുന്നു? 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 1750. നെക്സ്റ്റ് NDP at മാർക്കറ്റ് പ്രൈസ്. NDP at മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് കിട്ടുക നോക്കാം. NDP at മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം. GDP at മാർക്കറ്റ് പ്രൈസ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. GDP at മാർക്കറ്റ് പ്രൈസ്. GDP at മാർക്കറ്റ് പ്രൈസ് എന്ന് എങ്ങനെയാണ് NDP at മാർക്കറ്റ് പ്രൈസിലേക്ക് വരിക? GDP at മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഏത് മൈനസ് ചെയ്താലും ഗ്രോസിൽ നിന്ന് നെറ്റിലേക്ക് വരിക. GDP at മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NDP at മാർക്കറ്റ് പ്രൈസിലേക്ക് വരണമെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ GDP at മാർക്കറ്റ് പ്രൈസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. GDP at മാർക്കറ്റ് പ്രൈസ് 1850 അല്ലേ, മൈനസ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 50. ദാറ്റ് ഈസ് ഈക്വൽ ടു 1800 ക്രോറാണെന്ത് NDP at മാർക്കറ്റ് പ്രൈസ്. നെക്സ്റ്റ് NDP at ഫാക്ടർ കോസ്റ്റ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ്?
NDP at ഫാക്ടർ കോസ്റ്റ്. NDP at മാർക്കറ്റ് പ്രൈസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു 1800. അങ്ങനെയാണെങ്കിൽ NDP at ഫാക്ടർ കോസ്റ്റ് എങ്ങനെയാണ് ലഭിക്കുക? മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു എന്താണ്? ഫാക്ടർ കോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ടാക്സ് മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ NDP at മാർക്കറ്റ് പ്രൈസ് മൈനസ് ടാക്സ്, അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1800 മൈനസ്, അതായത് NDP at മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1800 മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എത്രയാണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് 100, that is equal to 1700 crore. Okay.